കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് കൂടുതലായിട്ടും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കുട്ടികൾക്ക് എസ്പെഷ്യലി ടീനേജേഴ്സിൽ ഉണ്ടാവുന്ന സ്പൈനൽ ഇഷ്യൂസ്. മെയിനായിട്ട് കഴുത്ത് വേദന, നടുവേദന, തോളുവേദന. മിക്ക കേസസിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വല്ല പനിയോ ശ്വാസമുട്ടലോ ജലദോഷമോ വയറുവേദനയോ അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാരൻസ് കൊടുക്കുന്ന ഒരു കെയറോ ഒരു അറ്റൻഷനോ ഒന്നും സ്പൈനൽ ഇഷ്യൂസ് പറയുന്ന സമയത്ത് പലപ്പോഴും പാരൻസ് കൊടുക്കാറില്ല. അത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ എന്താ നടുവേദന വരാൻ എന്നുള്ളൊരു തോട്ട് ആണ് ഫസ്റ്റ്ലി കണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സും കൂടി ആയതുകൊണ്ട് പഠിക്കാൻ മടിയാണ്, അതുകൊണ്ട് വെറുതെ കഴുത്തുവേദന എന്ന് പറയുന്നതാണ് എന്ന് ധരിക്കാറുണ്ട് പല പാരൻസും. ഏതൊരു മുതിർന്ന വ്യക്തിക്ക് വരുന്നത് പോലെ തന്നെയാണ് കുട്ടികൾക്കും സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള പ്രോബബിലിറ്റി. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ സ്പൈനൽ ഇഷ്യൂസ് വളരെ ചെറിയ പ്രായത്തിൽ വരുന്നത് എന്നുള്ള റീസൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ക്യാരി ചെയ്യുന്ന വളരെ ഹെവി ആയിട്ടുള്ള സ്കൂൾ ബാഗാണ്. ഒരുപാട് ബുക്സും ഒക്കെ അടങ്ങിയ വെരി ഹെവി ആയിട്ടുള്ള ബാഗ് അവരവരുടെ തോളത്ത് ബെയർ ചെയ്തുകൊണ്ടാണ് പല കുട്ടികളും സ്കൂളിൽ പോകുന്നത്. ലോങ് റൺ അത് കുട്ടികളുടെ സ്പൈനൽ കോഡിനെ ബാധിച്ച് അതിനുണ്ടാവുന്ന അലൈൻമെന്റിന്റെ വേരിയേഷൻ, ഡിസ്ക് ബൾജ് മുതലായ കാര്യങ്ങളാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു അൺഹെൽത്തി പോസ്ചറാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ടീനേജേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് നേരം സ്കൂൾ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലെങ്കിൽ പോസ്ചറാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലാസ്സിലിരിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അതൊരു കംഫർട്ടബിളും അല്ല, അങ്ങനെ ചാരിയിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത ക്ലാസ്സസ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. അപ്പോൾ ലോങ് റണ്ണിൽ സ്പൈനൽ ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുക. അടുത്തതായിട്ട് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റിയാണ്. പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ പുറത്തിറങ്ങി കളിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിലായാലും സ്കൂൾസിലായാലും ഇല്ല. അപ്പം അങ്ങനെ ലാക്ക് ഓഫ് ആക്ടിവിറ്റി കാരണം അവരുടെ മസിൽസിനൊന്നും വേണ്ട പോലെ സ്ട്രെങ്ത് ഇല്ലായ്മയും ഒരു റീസൺ ആണ്. അടുത്തായിട്ടുള്ള റീസൺ ഓവറായിട്ടുള്ള ഫോൺ യൂസും സ്ക്രീൻ ടൈമും തന്നെയാണ്. അതായത് ഒരുപാട് നേരം തല കുനിച്ച് ഫോൺ യൂസ് ചെയ്യുക, അതുപോലെ കിടന്നിട്ട് മൊബൈൽ ഫോണിൽ വീഡിയോസ് റീൽസ് എല്ലാം കാണുന്നത് കാരണം നമ്മുടെ നെക്കിന്റെ ഷോൾഡർ ഏരിയയിലൊക്കെ വരുന്ന ഇൻഫ്ലമേഷനും മറ്റൊരു റീസണാണ്. നമ്മൾ മുതിർന്നവർക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ പോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന സ്പൈനൽ ഇഷ്യൂസും പ്രോപ്പർ ഇൻ ടൈം ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുമ്പോൾ അതിനെ നെഗ്ലക്ട് ചെയ്യാതെ അറ്റ് ദ ഏർലിയസ്റ്റ് അതിന് വേണ്ട രീതിയിൽ ഡോക്ടറെ കാണിച്ച് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഏത് അസുഖം പോലെ തന്നെ ഈ അസുഖവും ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്.